കാസർകോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ ജി-ഫോം നൽകി ബസ് സർവീസുകൾ നിർത്തിവെക്കാൻ ഒരുങ്ങുന്നു. KSRTC സൗജന്യ യാത്രയെ തുടർന്ന് ജില്ലയിൽ സർവീസുകൾ വൻ നഷ്ടത്തിലായതോടെയാണ് ജി-ഫോം നൽകി സർവീസ് അവസാനിപ്പിക്കുന്നതിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ നീങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 200ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ വിവിധ റൂട്ടുകളിലായി നിലവിൽ സർവീസ് നടത്തുന്ന 450 സ്വകാര്യ ബസ്സുകളിൽ 70% സ്വകാര്യ ബസ്സുകളും ജി-ഫോം നൽകി ഘട്ടം ഘട്ടമായി സർവീസ് നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. വരുന്ന 2 ആഴ്ചക്കുള്ളിൽ 200ഓളം സ്വകാര്യ ബസ്സുകൾ നഷ്ടം സഹിക്കാൻ കഴിയാതെ സർവീസ് നിർത്തും. ത്രൈമാസ നികുതി അടവിന്റെ നിലവിലെ കാലപരിധി ജൂൺ 30-ന് അവസാനിക്കും. അതിനുശേഷം നികുതി അടക്കില്ല. നഷ്ടം കണക്കിലെടുത്ത് 3 മാസം മുതൽ 1 വർഷം വരെ സർവീസ് നടത്തില്ലെന്ന് ഉടമകൾ ജി-ഫോം എഴുതി നൽകുമെന്ന് ദിവസേനയുള്ള നഷ്ടക്കണക്കുകൾ വിവരിച്ചുകൊണ്ട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി. 2 ദിവസത്തിനകം ജി-ഫോം നൽകാൻ തുടങ്ങും. ടാക്സ് പോലും അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ സർക്കാർ 50% ടാക്സ് കുറച്ച് തന്നിട്ടുണ്ട്. 50% ടാക്സ് കുറച്ചാൽ 116 രൂപയാണ് ഞങ്ങൾക്ക് ഒരു ദിവസം കുറയുന്നത്. 2000-ന് മുകളിൽ ഡീസലിൻ്റെ പൈസയാണ് ഞങ്ങൾ നഷ്ടത്തിൽ പോകുന്നത്. ഡീസലിൻ്റെ പൈസ പോലും കിട്ടുന്നില്ല. ഇന്ന് ഞങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കുറേ KSRTCൻ്റെ യാത്ര ഞങ്ങൾ ഫോട്ടോ അടക്കം ഞങ്ങൾ അയച്ചു കൊടുത്ത്. കാരണം KSRTC ബസ്സിൽ മാത്രമേ യാത്രക്കാർ കയറുന്നുള്ളൂ. ഇങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും 1-7 മുതൽ ബസ്സുകൾ സർവീസ് നടത്താൻ യാതൊരു സാധ്യതയില്ല. കാസർകോട്ടെ സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന വരുമാന നഷ്ടങ്ങളെ കുറിച്ച് ജില്ലയിലെ MLA-മാരായ AK അഷ്റഫ്, കല്ലട്ര മാഹിൻ എന്നിവരോട് പരാതി അറിയിച്ചപ്പോൾ കൈയൊഴിഞ്ഞ മറുപടിയാണ് ലഭിച്ചതെന്നും സ്വകാര്യ ബസ് ഉടമകൾ പറഞ്ഞു. അഷ്റഫ് MLA കാണാൻ വേണ്ടി പോയി. അഷ്റഫ് MLA പറഞ്ഞ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് കൊടുത്തിട്ടുള്ളത്. ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ. എന്താണ് പോംവഴി? ഞാനും അങ്ങോട്ട് ചോദിക്കുന്നത്, നിങ്ങളെ സംരക്ഷിക്കാൻ എന്താണ് പോംവഴി? അതാണ് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. ഇത് ഞങ്ങളെന്താ മറുപടി കൊടുക്കേണ്ടത്? KSRTC-യിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിച്ചതോടെ കാഞ്ഞങ്ങാട്, കളനാട്, കാസർഗോഡ്, തലപ്പാടി, മുള്ളേരിയ, കാസർഗോഡ്, നീലേശ്വരം, പയ്യന്നൂർ, പാണത്തൂർ, കാഞ്ഞങ്ങാട്, ബന്തടുക്ക, കാസർഗോഡ്, പുത്തൂർ, കാസർഗോഡ് റൂട്ടുകളിൽ വൻ നഷ്ടത്തിലാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.